എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു റിഞ്ചു അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ വിശ്വാസങ്ങളുടെ വിശദീകരണങ്ങൾ നൽകുന്ന കുറെ അധികം വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ബഹുമാനപ്പെട്ട ദേവദാസൻ അദ്ദേഹം വിശ്വസിക്കുന്ന സഭയുടെ വിശ്വാസങ്ങൾ എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാറ്. പൊതുവിൽ ഇവരുടെ അച്ഛന്മാരോട് ചോദിച്ചാലോ വിശ്വാസികളോട് ചോദിച്ചാലോ എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നതിന് മറുപടി പറയാറില്ല. കാരണം ആ വിശ്വസിക്കുന്ന സാധനത്തിന് അടിസ്ഥാനപരമായി പറയുവാൻ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്ക് പറയാൻ സോളിഡായി തിരുവഴുത്തിൽ നിന്ന് യാതൊന്നും സൂചിപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അച്ഛന്മാർ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറയാറില്ല. അതെന്തെങ്കിലും പാരമ്പര്യത്തിലാണെന്ന് പറഞ്ഞ് തലയൂരി പോകാറാണ് പതിവ്. എന്നാൽ പതിവിൽ നിന്ന് വിരുദ്ധമായി റിഞ്ചു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും ഏതാണ്ട് ഉള്ളതുപോലെ പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ തയ്യാറെടുപ്പിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ചെറിയ കാര്യം നിങ്ങൾക്കറിയാം, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ രണ്ട് കണ്ടീഷൻ. ഒന്ന്, തന്റെ പാപങ്ങൾ ഏറ്റു പറയണം, സ്നാനമേൽക്കണം. ഈ കണ്ടീഷനാണ് പറയുന്നത്. അത് മുതിർന്നവർക്കാണ്. മറ്റ് ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചിരുന്നവർ ക്രിസ്തുവിലേക്ക് വന്ന് സഭയിലെ അംഗമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ പള്ളി രണ്ട് കാര്യങ്ങളും ഒരേ തുല്യ പ്രാധാന്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നമസ്കാര മേശയോട് ചേർന്ന് തന്നെ കുമ്പസാരപീഠം ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി അതേ ലെങ്കിൽ തന്നെ അതേ പൊസിഷനിൽ തന്നെ അപ്പുറത്തെ സൈഡില് മാമോദിസ തൊട്ടിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ പ്രധാനമാണ്. ചില പള്ളികളിൽ ചിലവഴി ഈ കുമ്പസാര മേശ എടുത്ത് മാറ്റിയിട്ടേക്കുന്നുണ്ട്. അങ്ങനെയല്ല, കുമ്പസാരിക്കണ്ടായോ അത് വിശ്വാസികൾക്ക് കൊടുക്കും. പക്ഷെ കുമ്പസാര മേശയ്ക്കും മാമോദിസ തൊട്ടിക്കും ഒക്കെ നല്ല പ്രാധാന്യമുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ അങ്ങനെ ക്രമീകരിച്ചത്. ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ചെറിയ കാര്യം നിങ്ങൾക്കറിയാം, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ രണ്ട് കണ്ടീഷൻ. ഒന്ന്, തന്റെ പാപങ്ങൾ ഏറ്റു പറയണം, സ്നാനമേൽക്കണം. ഈ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം അത് മുഴുവനായിട്ടൊന്ന് കേൾപ്പിച്ചു. രണ്ടാമത് അതിന്റെ ആദ്യ ഭാഗം മാത്രം ഞാനൊന്ന് കേൾപ്പിക്കാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകാൻ രണ്ട് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് അത്രേ ഉള്ളത്. ഒന്ന്, പാപങ്ങൾ ഏറ്റുപറയുക അല്ലെങ്കിൽ കുമ്പസാരം. രണ്ട്, മാമോദിസ. വാസ്തവത്തിൽ ദൈവജനം തിരിച്ചറിഞ്ഞിരിക്കണം, ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഈ രണ്ട് കാര്യങ്ങളാണെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. ഇത് പ്രാഥമികമാണെന്ന് അദ്ദേഹം പറയുന്നു, ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. പക്ഷേ അതല്ല. പ്രധാനപ്പെട്ടതായി ഈ ബൈബിളിൽ കുമ്പസാരമോ സ്നാനമോ അല്ല സംസാരിച്ചിരിക്കുന്നത്. സ്നാനം നിർബന്ധമാണ്, കുമ്പസാരത്തെ കുറിച്ച് എനിക്കറിയില്ല, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. മാനസാന്തരത്തിന് നമുക്ക് അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത് കുമ്പസാരമല്ല. മാനസാന്തരത്തിന് അത്യന്താപേക്ഷിതം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. ഇവിടെയാണ് നാമധേയ ക്രൈസ്തവരുടെ ആദ്യ കളിപ്പിക്കൽ പരിപാടി അല്ലെങ്കിൽ ജനത്തെ കബളിപ്പിക്കുന്ന പരിപാടി നിലനിൽക്കുന്നത്. യേശുക്രിസ്തുവിങ്കലേക്ക് നടക്കേണ്ടതിന് പകരം ഇവരുടെ കൂദാശകളിലേക്ക് ജനത്തെ നടത്തുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പുതുതായി രക്ഷയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജാതീയ സംവിധാനങ്ങളിൽ നിന്ന് നാമധേയ ക്രൈസ്തവ സഭകളിലേക്ക് മാറി വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് കുമ്പസാരം. എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പാപങ്ങളെ അച്ഛന്റെ ചെവിയിൽ പറയണം. അതിനാണ് കുമ്പസാരം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, അവരത് അംഗീകരിച്ചതിന് ശേഷം സഭയുടെ അംഗമാക്കേണ്ടതിന് അവർ മാമോദിസ തൊട്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം അവരുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ അവർ അവരുടെ സഭയിലെ അംഗങ്ങളായി. എന്ന് പറഞ്ഞാൽ നാമധേയ ക്രൈസ്തവ സഭയുടെ, അത് കത്തോലിക്ക ആയിരിക്കാം, മർത്തോമയായിരിക്കാം, CSI ആയിരിക്കാം, വട്ടവർ ഇറ്റ് മേ ബി, ഏതായാലും നാമധേയ ക്രൈസ്തവ സഭയുടെ അംഗമാകാൻ അവർക്ക് വേണ്ടുന്നത് അവരുടെ പാപം ഏറ്റുപറയുക. ആരോട്? അച്ഛനോട് ഏറ്റുപറയുക, അവിടുത്തെ പുരോഹിതനോട് ഏറ്റുപറയുക. രണ്ട്, ആ പുരോഹിതന്റെ മുമ്പിൽ ചെന്ന് തല വന്നിച്ച് നിൽക്കുക. അയാള് ആ മാമോദിസ തൊട്ടിൽ വെച്ചിട്ട് വെള്ളം കോരി തലയിലേക്ക് ഇങ്ങനെ തളിച്ചു തരും. എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കാര്യമില്ല, ഇത് വെറുതെയാണ് എന്ന് പറഞ്ഞ് തളിച്ചു തരും. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ അയാൾ സ്വർഗരാജ്യത്തിൽ പോകാൻ യോഗ്യനായി എന്ന് ആ ജനത്തോട് ഇവർ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കളിപ്പിക്കുകയാണ്. ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നവൻ. വളരെ കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ ശരിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ് എന്ന്, സാക്ഷാൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുക. അത് കൊച്ചു കാര്യമല്ല. ഇസ്ലാമിന് കഴിയാതെ പോയത് അതാണ്. അതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഈ നാമധേയ ക്രൈസ്തവരും ചെയ്യുന്നത്. ജനം എത്രത്തോളം യേശുവിനെ വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല. വിശ്വസിച്ചാൽ പോലും അവർ മറ്റൊരു ക്രിസ്തുവിനെയാണ് ഫോളോ ചെയ്യുന്നത്. ദേ കാൺ ഫോളോ ദ ജീസസ് ഹു ഈസ് ഇൻ ബൈബിൾ. ബൈബിളിനകത്തു പറഞ്ഞിരിക്കുന്ന യേശുവിനെ അവർക്ക് അനുഗമിക്കാൻ കഴിയില്ല. കാരണം ഇവർ അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അത്തരം ഒരു ക്രിസ്തുവിനെ അല്ല. വളരെ ശ്രദ്ധിക്കുക. നാമധേയ ക്രൈസ്തവ സഭകളിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അടിസ്ഥാനപരമായി അവർക്ക് വേണ്ടുന്ന ആവശ്യം യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുക. 2, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായി ക്രിസ്തു മരിച്ചു എന്നും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുക. കണ്ടോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. ഇതാണ് വളരെ അടിസ്ഥാനപരമായ കാര്യം. രക്ഷിക്കപ്പെടാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. മർക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വളരെ കൃത്യമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും. ദെൻ വളരെ അടിസ്ഥാനപരമായ ഒരാൾ വിശ്വാസിയാവുക, ക്രിസ്ത്യാനിയാവുക, രക്ഷിക്കപ്പെടുക എന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം അച്ഛൻ പറയുന്ന മാതിരി കുമ്പസാരമല്ല. അതിനടിസ്ഥാനപരമായ കാര്യം യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. പൗലോസ് ഒരിക്കൽ കാരാഗ്രഹത്തിലായി പോയി. നമുക്കറിയാം, റോമിലെ കാരാഗ്രഹ പ്രമാണി അതിന് കാവലിരുന്നു. ആമത്തിലിട്ട് പൂട്ടി, കൈകൾ ചങ്ങലയ്ക്ക്. രാത്രിയിൽ അവർ പാടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു, ആമമൊക്കെ പൊട്ടിമാറി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ആ ജയിലർ ചോദിക്കുകയാണ്, അയ്യോ, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് മറുപടി പൗലോസ് പറയുന്നത്, നീ കുമ്പസരിച്ച് മാമോദിസ എടുക്കണം എന്നല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാം. Then first and very important thing is to believe that Jesus Christ is the Savior and He is the Lord. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി, യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അക്കാര്യം ചെയ്തിട്ട് നമ്മുടെ പാപം ഏറ്റുപറയേണ്ടത് ക്രിസ്തുവിനോടാ, അല്ലാതെ പുരോഹിതന്മാരോടല്ല. പുരോഹിതന്മാരോട് ഏറ്റുപറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഏറ്റുപറയേണ്ട ആളോട് തന്നെ ഏറ്റുപറയണം, അല്ലേ? എല്ലാ കാര്യം അങ്ങനല്ലേ? ഒരു കോടതി വ്യവഹാരമുണ്ടെങ്കിൽ നമുക്ക് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയിൽ ചെന്നിട്ടാണ്. ജഡ്ജാണ് നമുക്ക് അതിന്റെ മേൽ ഒരു വിധി പുറപ്പെടുവിച്ച് തരേണ്ടത്, അല്ലാതെ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക അല്ല വേണ്ടത്. അതിന്റെ പരമാധികാരം ഇരിക്കുന്നത് ജഡ്ജിന്റെ കയ്യിലാണ്. വഴിവക്കിൽ നിന്ന് സംസാരിക്കുന്ന ആരുടെയും കയ്യിലല്ല അതിന്റെ വിധി നിർണയിക്കാനുള്ള അധികാരം ഇരിക്കുന്നത്. നമ്മെ നീതിമാനായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ജഡ്ജിക്ക് മാത്രമേ. ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആരും നമ്മളെ പറ്റിക്കാതിരിക്കാൻ നമ്മൾ കരുതലുള്ളവരായിരിക്കണം. റിഞ്ചു അച്ഛൻ പറയുന്നത് പോലെ കുമ്പസാരമല്ല സ്വർഗരാജ്യത്തിൽ പോകേണ്ടുന്ന പ്രൈമറി ആയിട്ടുള്ള കാര്യം, പ്രധാനമായിട്ടുള്ള കാര്യം. അത് മാനസാന്തരമാണ്. കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നു, അല്ലല്ല മാനസാന്തരപ്പെടാൻ ഞാൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. 2 പ്രധാനപ്പെട്ട പ്രയോഗങ്ങളാണ്. ഒന്ന്, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പുതുതായി ജനിക്കുക. അല്ലല്ല മാനസാന്തരപ്പെടാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി, പാപബോധമുണ്ടായി, പാപത്തെ ഉപേക്ഷിച്ചിട്ട് മടങ്ങുക. പാപത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് പാപം ഏറ്റുപറയുന്നത്. ആ ഏറ്റുപറയേണ്ടുന്നത് പാപിയായ ഒരു മനുഷ്യനോടുമല്ല, ഉലകത്തിലെ യാതൊരു മനുഷ്യനോടുമല്ല. നമുക്ക് പാപത്തിന് മോചനം തന്ന കർത്താവായ യേശുക്രിസ്തുവിനോടാണ് ഏറ്റുപറയേണ്ടത്. യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞിട്ട് യേശുക്രിസ്തുവിൽ നിന്നാണ് റോമർ 5:1 പറയുന്നത് പോലെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കേണ്ടത്.
അല്ലാതെ റോഡ് വക്കത്ത് നിൽക്കുന്ന ആരോടുമല്ല നമ്മുടെ പാപം ഏറ്റുപറയാൻ. അതിന്റെ അംഗീകരിക്കപ്പെട്ട ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരും നമ്മളെ പറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. രണ്ട് മൂപ്പര് പറഞ്ഞത് മാമോദീസയാണ്. മാമോദീസ രക്ഷിക്കപ്പെടാനുള്ള ഒരു പരിപാടിയേ അല്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി എടുക്കുന്ന ഒരു കൂദാശയാണ്. അത് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 വരുമ്പോൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? കണ്ടോ, വളരെ വ്യക്തമാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം. അപ്പോ അതിനു മുമ്പ് നടക്കേണ്ട എന്താണ്? യേശു ആരാണെന്ന് തിരിച്ചറിവുണ്ടാവും. ഇവിടെ അച്ഛൻ പറഞ്ഞ കാര്യം, പുറത്തുനിന്ന് ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ അവർക്കാണ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ, കൊച്ചുകുട്ടിക്ക് ആദ്യം കുമ്പസാരമല്ല, ആദ്യം ഇവര് കൊടുക്കുന്നത് മാമോദീസയാണ്. ഇതൊക്കെ വചനവിരുദ്ധമായ കാര്യങ്ങളാണ്, തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്, ശിഷ്യന്മാരാരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ സഭകൾ അതത് കാലങ്ങളിൽ അവരുടെ വിശ്വാസികൾ വിട്ടുപോകാതിരിക്കുന്നതിനോ വിശ്വാസികളെ പറ്റിക്കുന്നതിനോ പിശാചിന്റെ സഹായത്തോടുകൂടി ചെയ്തു കൂട്ടുന്ന ഏടാകൂടങ്ങളാണ് ഇവകൾക്ക്. തിരുവെഴുത്തുമായിട്ടോ യേശുക്രിസ്തുമായിട്ടോ ബന്ധമില്ല എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഒരുവൻ ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. ചേരണമെങ്കിൽ അയാൾ തീരുമാനിക്കണം, ഞാൻ ചേരണമോ വേണ്ടയോ എന്നുള്ള കാര്യം. വിവാഹബന്ധത്തിൽ ഭാര്യഭർത്താക്കന്മാരായി തീരുവാൻ 2 കുട്ടികൾ പള്ളിക്കകത്ത് വരുന്നത് പോലും അവരുടെ തീരുമാനത്തിന്റെ പേരിലാണ്, മറ്റാരെങ്കിലും പറഞ്ഞ തീരുമാനങ്ങളുടെ പേരിലല്ല. താൽക്കാലികവും മരണം കൊണ്ട് അവസാനിക്കുന്നതുമായ ഉടമ്പടികൾക്ക് വേണ്ടി മനുഷ്യൻ തയ്യാറാകുന്നത് പോലും ബുദ്ധി ഉറച്ചതിന് ശേഷമാണ് എന്ന് വരികിൽ, എക്കാലവും നിലനിൽക്കേണ്ടുന്ന ഒരു ബന്ധം, സ്വർഗരാജ്യത്തിൽ എത്തേണ്ടുന്നതും ദൈവവുമായി അപ്പൻ മക്കൾ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുമായ ആ സാഹചര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് വ്യക്തി തന്നെയാണ്. ആരാണോ ക്രിസ്തുവിനോട് ചേരേണ്ടത് അയാൾ ആണ് തീരുമാനമെടുക്കേണ്ടത്, അയാളാണ് വിശ്വസിക്കേണ്ടത്, അയാളാണ് പാപമേറ്റു പറയേണ്ടത്, അയാളാണ് ക്രിസ്തുവിൽ ചേരേണ്ടത്, അയാളാണ് സ്നാനപ്പെടേണ്ടത്. അല്ലാതെ അച്ഛനോ കൂട്ടരോ ഒന്നുമല്ല അക്കാര്യം ചെയ്യേണ്ടത് എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ അറിവില്ലാതെ സ്നാനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അബദ്ധം തന്നെയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാമധേയ ക്രൈസ്തവർ തരുന്ന എല്ലാ കൂദാശകളും വചനവിരുദ്ധമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇവകൾ നമുക്ക് സമൂഹത്തിൽ ജോലിക്ക് വേണ്ടി സംവരണം ലഭിക്കുന്നതിനോ സഭയുടെ പേര് ലഭിക്കുന്നതിനോ മരണാനന്തരം സെമിത്തേരിയിൽ സ്പേസ് കിട്ടുന്നതിനോ ഒക്കെ ഗുണം ചെയ്യും എന്നല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഗുണം ചെയ്യില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആരും നിങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ സൂക്ഷിക്കണം, റിഞ്ചു അച്ഛൻ ഉൾപ്പെടെ.